അടുത്ത് നമ്മൾ ഫാൻസിൻ്റെ തന്നെ വെറൈറ്റീസ് ആണ് കാണാൻ പോകുന്നത്. ഇതാണ്ടോ, ഇതൊരു ടൈപ്പ് ഫേണാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് നമ്മുടെ സാധാരണ പറമ്പിലൊക്കെ നിൽക്കുന്നതല്ലേന്ന് തോന്നുന്നു. പക്ഷേ ഇത് നമ്മൾ നഴ്സറിയിലൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നല്ല കാശാണ്. ഇതങ്ങനെ വളർത്തിയെടുത്തതാണ്. ഫേൺസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. ഇൻഡോറിൽ അധികം വെയിലൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പം ചെറിയ പോട്ടിലൊക്കെ ഫേൺസിനെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിനകത്തൊക്കെ വെക്കാൻ പറ്റും. അതിങ്ങനെ വളർന്നു നിൽക്കുന്നതാണ് നല്ലത്. ഇത് ഫേൺസിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ അധികം അങ്ങനെ നമ്മുടെ പറമ്പിലൊന്നും കാണാത്ത ഒരു സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആദ്യം വരുമ്പോഴത്തേക്ക് ഇച്ചിരി വലിയ ഇലയായിരിക്കും. കണ്ടോ, കുറച്ച് വലിയ ഇലയാണ്. പക്ഷേ ഇത് വളർന്ന് മേലിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ലീഫിൻ്റെ തിക്നെസ്സൊക്കെ കുറഞ്ഞ് ഇങ്ങനെ സ്ലിമ്മായിട്ട് നിൽക്കും. ഇതൊരു വൈറ്റും ഗ്രീനിഷ് കളറും കൂടെ വരുന്നത് കൊണ്ട് ഇത് കാണാൻ നല്ല രസമാണ്. ജോഷ് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന തിരക്കിലാണ്. അവന് ചെടികളൊക്കെ നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്പ്രേ ബോട്ടിലൊക്കെ എടുത്തിട്ട് അവൻ എപ്പോഴും ചെടിയുടെ പുറകെയാണ്. ഇത് ഫേൺസിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് കിണറിലൊക്കെ ഇച്ചിരി പഴയ കിണറുകളൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ കാണുന്നതാണ്. പക്ഷേ ഇത് നമുക്കതിനൊരു വിലയില്ല. പക്ഷേ ഇത് നമ്മൾ നഴ്സറിയിൽ ചോദിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പോട്ടിന് തന്നെ 100 രൂപയായിരുന്നു ഇതിൻ്റെ വില. ഇത് നമ്മൾ നേരത്തെ കണ്ടത് ഇതിൻ്റെ തന്നെ വൈറ്റും ഗ്രീൻ ഷെയ്ഡും കൂടെ രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ്. പക്ഷേ ഇത് അതിൽ തന്നെ ഗ്രീൻ മാത്രമുള്ള ഒരു വെറൈറ്റി ഫേണാണ്. ഇത് വേറൊന്ന്. ഇത് നമുക്ക് മതിലൊക്കെ ഉണ്ടല്ലോ പടർത്തി വിടാനായിട്ട് പറ്റും. അപ്പോൾ മതിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് കൊണ്ട് മതിൽ വെച്ചാൽ മതി, മൊത്തത്തിൽ അതങ്ങ് വളർന്ന് കയറിക്കോളും. ഇതിന് വേറൊരു ഫേണാണ്. വേണ്ട, കുഞ്ഞു കുഞ്ഞു ലീവ്സ് വന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും. ഇതിങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ പോട്ട് ഇങ്ങനെ നിറയെ വരും. അപ്പോഴത്തേക്ക് ആ പോട്ട് കാണാൻ നമുക്ക് വീടിനകത്തൊക്കെ വേണമെങ്കിൽ വെക്കാം. അധികം വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ടൈപ്പാണ് ഈ ഫേൺസ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഫേൺസിൻ്റെ വേറൊരു വെറൈറ്റി. ഇതിലിപ്പം ഇത് ഇങ്ങനെ സിംഗിൾ ലീവ്സ് ആയിട്ടാണ് വരുന്നത്. പുതിയ പുതിയ ലീവ്സ് ഇങ്ങനെ താഴേന്ന് വന്നുകൊണ്ടേയിരിക്കും. ഇതിന് ബ്രാഞ്ചസ് ആയിട്ട് വരത്തില്ല, പുതിയ ലീവ്സ് ഇങ്ങനെ താഴേന്ന് വരും. കണ്ടോ, ഇതിപ്പം 2-3 തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേനും ഗേറ്റിൻ്റെ സൈഡിൽ തന്നെ നിർത്തിയിട്ടുള്ളതാണ് മുളക് നെല്ലി. അങ്ങനെ അധികം വീഡിയോയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ അതിൻ്റെ അത് കായ്ക്കുന്ന സമയമാണ്. ഇത് നല്ലതായിട്ട് ഇങ്ങനെ ചുമന്ന് പഴുക്കുമ്പോഴത്തേക്കും ഭയങ്കര റെഡ് കളറാണ്. നന്നായി പഴുക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇച്ചിരി പുളിയും ഇച്ചിരി മധുരവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. അതിങ്ങനെ ഇപ്പം പൂത്ത് ഇപ്പോൾ കായ്ക്കുന്ന സമയമാണ്. കായ്ക്കുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഇങ്ങനെ റെഡ് കളറായിട്ട് നിറഞ്ഞു നിൽക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ പറിച്ചെടുത്തതാണ്. ഇത് നല്ല പഴുത്തതാണ്. ഇത്രയും നല്ല റെഡ് കളറാവും. ഇത് അതിൻ്റെ തൊട്ട് മുന്നേ ഇങ്ങനെ ഒരു ഓറഞ്ച് കളർ, ഇതാണ് ഏറ്റവും നല്ല റെഡ് കളർ. ഇതൊരു നല്ല പുളിയും മധുരമൊക്കെയാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ കാണാൻ പോകുന്നത് ബിഗോണിയയുടെ വെറൈറ്റീസാണ്. ഇത് നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ പിള്ളേരൊക്കെ ഇത് പൊട്ടിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊരു റെഡ് കളർ പുളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഇവിടെ നിൽപ്പുണ്ട്. ഇതിപ്പോൾ പൂവ് വരുന്ന ടൈപ്പാണ്. ഇതിപ്പോൾ കരിഞ്ഞതാണ്. ഇതാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത്. ഇത് ബിഗോണിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇതിൽ പൂ വരത്തില്ല. ഇതിങ്ങനെ ഒരുമിച്ച് ചെടിച്ചട്ടിയിലിങ്ങനെ വളർന്നു നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഏതാണ്ട് നമ്മുടെ വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ്. ബിഗോണിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഈ നിൽക്കുന്നത്. അതും ഇപ്പോൾ കണ്ടത് കണക്ക് തന്നെയാണ്, ഒരുമിച്ച് വരുന്നതാണ്. അതിൻ്റെ കുഞ്ഞു ലീഫിൻ്റെ ഇത് കണ്ടോ,
ശരിക്കും വെൽവെറ്റ് പോലെ തോന്നില്ലേ? അത് ഇച്ചിരി കൂടെ വളർന്നു അങ്ങനെ വലുതാകും. ലീഫ് ഒത്തിരി ഇങ്ങനെ വലുതാകും. അതിങ്ങനെ ഒരു ചട്ടിയിൽ നിറയെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ആവും. ഇവിടെ ശരിക്കും ഞങ്ങൾ ഈ പഴയതാകുന്ന ബക്കറ്റ് ചട്ടികളൊന്നും എടുത്ത് കളയാറില്ല. അതിലൊക്കെ ഏതെങ്കിലും ചെടി വെച്ച് അതിങ്ങനെ അമ്മ വളർത്തിയെടുക്കും. ഇതെല്ലാം ടെറസിൻ്റെ സ്റ്റെപ്പിൽ വെച്ചേക്കുന്ന കേട്ടോ. നേരത്തെ കണ്ടതിൽ വലിയൊരു ഇതെല്ലാം വെറൈറ്റി. ഇത് നിൽക്കുന്ന ഒരു ബിഗോണിയ. ഇതിൽ പക്ഷേ ഇത് പൂക്കുന്നതാണ്. ഇപ്പോൾ പക്ഷേ പൂവൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് നല്ല ഫ്ലഷിയാണ് ഇതിൻ്റെ ലീഫ്. ഇതിനും വെള്ളം അധികം ആവശ്യമില്ലാത്തൊരു ടൈപ്പാണ്. പക്ഷെ ഇതാ നിൽക്കുന്ന വേറൊരു ബിഗോണിയ. ഇതിലും പൂവ് വരുന്നതാണ്, പക്ഷെ ഇപ്പോൾ പൂവില്ല. ഇതിങ്ങനെ ബഞ്ചസ് ആയിട്ട് പൂക്കും, ഒത്തിരി ഇങ്ങനെ റെഡ് കളറിൽ. ഇനി നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ഒന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, എന്ത് ഭംഗിയല്ലേ റെഡ് കളറിലിത്. അകത്ത് നോക്കിയേ, അതിൻ്റെ അകം എന്ത് ഭംഗി. അതിൻ്റെ തന്നെ വൈറ്റ് ഷെയ്ഡ്, വൈറ്റ് കളറാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ ലീഫും കാണാനായിട്ട് ഭയങ്കര രസമാണ്. ലീഫിൽ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന് ഒരുമിച്ച് പൂത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് കാക്ടസിൻ്റെ വെറൈറ്റീസാണ്. കള്ളിമുള്ളി ചെടി ഒരു 6 ടൈപ്പ് ഉണ്ട്. ഇതുണ്ടോ, ഇതൊരു വെറൈറ്റി. ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കും. ഇത് കണക്ക് തന്നെ ഒത്തിരി വരുന്നതാണ്. ഇത് പക്ഷെ കുറച്ച് വളർന്നാൽ മാത്രമേ അതിൽ നിന്ന് വേറെ പുതിയത് അടിയിൽ നിന്ന് വരത്തുള്ളൂ. അതിങ്ങനെ മിക്കവാറും അത് സിംഗിളായിട്ടായിരിക്കും നിൽക്കുന്നത്. കുറേ കാലം കഴിയുമ്പോഴത്തേക്കും പുതിയത് വരും. ഇതിങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നതാണ്. ഇത് ഇൻഡോർ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞ് കാക്ടസ് പ്ലാന്റ് ആണ്. നമുക്ക് ചെറിയ ഗ്ലാസ് ബൗളിലൊക്കെ എടുത്ത്, ഇതിപ്പോൾ ഞങ്ങൾ പുറത്ത് വെച്ചേക്കുന്നതാണ്. ഇതിന് ഇൻഡോറിലേക്ക് മാറ്റണം. കള്ളിമുള്ളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇൻഡോറിൽ നമുക്ക് വെക്കാം, കാരണം വെള്ളം അങ്ങനെ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, കുഞ്ഞ് കാക്ടസ് ആണ്, വലുതാകത്തില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. ഇത് കള്ളിമുള്ളി തന്നെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്ന ടൈപ്പ്. അധികം കട്ടിയാകത്തില്ല ഇതിൻ്റെ തണ്ട്, ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കള്ളിമുള്ളിൻ്റെ കാക്ടസിൻ്റെ വെറൈറ്റീസ്.